പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി വിക്രമിൻ്റെ കാല് പിടിച്ച് കരയുവാണ്. വിക്രം, എന്നോട് നീ ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. നീ ഇവിടം വിട്ട് പോകരുത്. നീ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾ തനിച്ചായി പോവും. എനിക്ക് നീയിൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കരയുന്നുണ്ട്. ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുവാണ്. വിക്രം തൻ്റെ കാലുകൾ വലിച്ച് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൺമണി മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് രാജേട്ടൻ പറയുന്നുണ്ട്, എന്താ കൺമണി നീ കാണിക്കുന്നത്? എഴുന്നേറ്റ് പോ, അവൻ്റെ കാല് വിട്. ഞങ്ങൾ എന്നോ ഇവിടെ നിന്നും പോവേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങളുടെ വിഷമം കണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത്. പിന്നെ നിനക്ക് പറയാനുള്ളതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞ് മാപ്പ് ചോദിച്ചാൽ എല്ലാം തീരുമോ എന്നിങ്ങനെ രാജേട്ടനും ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട്, അങ്ങനെയല്ലാതെ മാപ്പ് ചോദിക്കാനല്ലാതെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നാക്ക് മുറിച്ച് കളയണോ അതോ എൻ്റെ കൈകൾ കട്ട് ചെയ്യണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും അനിയൻകുട്ടൻ പറയുന്നുണ്ട്, എന്താ കൺമണി, നിനക്ക് ഭ്രാന്താണോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ ബോധമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കൺമണി പറയുന്നുണ്ട്, ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെയാണ് അനിയൻകുട്ട സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യും. വിക്രം, പ്ലീസ് ഇവിടെ നിന്നും പോകരുത്. എന്നെ ആലോചിച്ച് എനിക്ക് ഇത്തവണത്തേക്ക് മാപ്പ് തരണം. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം നമ്മൾ വേദയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അത് നിന്നോട് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല എന്നിങ്ങനെ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് കൺമണി. ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട്, അത് ശരി, ഇത്തവണത്തേക്ക് ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. പക്ഷേ ഇനിയൊരു തവണ കൂടി വേദയെക്കുറിച്ച് മോശമായി നിൻ്റെ നാവിൽ നിന്ന് വന്നാൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോവാണ്. വിക്രം പോയതും അനിയൻകുട്ടൻ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, നിനക്ക് വേദിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഞങ്ങൾക്ക് വേദിയെ എത്രയോ മുൻപ് അറിയാവുന്നതാണ്. വേദിയുടെ സ്വഭാവം അത്രത്തോളം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ ഇനി വേദിയെക്കുറിച്ച് തെറ്റായി ഒന്നും തന്നെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. അത് വിക്രമിന് ഒട്ടും ഇഷ്ടപ്പെടില്ല, ഞങ്ങൾക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ്. എന്നാൽ അവർ പോയി കഴിഞ്ഞതും കൺമണിയുടെ മുഖം ചുമന്ന് തുടുക്കുകയാണ് ദേഷ്യം കൊണ്ട്. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോടാ പോ, വിക്രമിനെ ഞാൻ സ്വന്തമാക്കട്ടെ, അവനെ ഞാൻ എൻ്റെ ഭർത്താവാക്കട്ടെ, എന്നിട്ട് ഞാൻ അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കും. നിങ്ങളെ ഓരോരുത്തരെയായി ഞാൻ വിക്രമിൽ നിന്നും അകറ്റും. നിങ്ങളെല്ലാം തെരുവിൽ അലയുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നിങ്ങനെ കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വിജിയും സുഡറും പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദ ഇതെല്ലാം കാണുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, ചേച്ചി, എന്തെല്ലാം സാധനമാണ് നിങ്ങൾ എടുത്തു വെക്കുന്നത്? ആവശ്യമുള്ളത് മാത്രം മതി കേട്ടോ. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, എനിക്കറിയാം വേദേ, ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. വിജിയും സുഡറും ചേർന്ന് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ലേ എടുത്തുള്ളൂ? ഒരുപാട് സാധനങ്ങൾ പാക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജി പറയുന്നുണ്ട്, എന്താ വേദ, എനിക്കറിയാവുന്നതല്ലേ, ഞാൻ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും അങ്ങോട്ടേക്ക് കപിലൻ വരുന്നുണ്ട്. എന്താ വേദ, നീ പോകാൻ റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് വേദ പറയുന്നത്, ഞാനല്ല പോകുന്നത്, ദേ വിജിയും മോളുമാണ്. വിജിയും മോളുമോ? അവരെങ്ങോട്ട് പോകുന്നു എന്ന് കപിലൻ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോകുന്നു, മോളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാൻ എന്ന് പറയുന്നുണ്ട് വിജി. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അവരാണ് പോകുന്നത് കപിലൻ, ഞാൻ നാളെ വൈകിട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വർക്കുകളും ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. കുറച്ച് വർക്കുകൾ കൂടിയുണ്ട്. അത് തീർത്ത ഉടനെ ഞാൻ വൈകിട്ട് പോവും എന്ന് പറയുന്നു. വേദേ, നീ കാറിലല്ലേ പോകുന്നത്? ഞാനും നിന്നോടൊപ്പം വരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ ചോദിക്കുന്നുണ്ട്, എന്ത് കപിലൻ, നീ എന്നോടൊപ്പം വരുന്നുവെന്നോ? എന്തിനാ നീ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ കപിലൻ പറയുന്നുണ്ട്, അത് നീ ഗ്രാമത്തിലേക്ക് പോകുന്നതല്ലേ വേദേ, അവിടെ നിനക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമല്ലേ? നിന്നെ തനിച്ച് വിടാൻ എനിക്ക് പേടിയാണ്. നിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നോടൊപ്പം വരാം എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അതിൻ്റെയൊന്നും ആവശ്യമില്ല കപിലൻ, ഞാൻ ഒരു ഗ്രാമത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അവിടെ ഉള്ളവർക്ക് എൻ്റെ കൂടെ ഒരു ഗാർഡ്സിനെ കാണുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടി നിന്നെ കാണുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. പിന്നെ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാമല്ലോ കപിലൻ, എന്നോടൊപ്പം ആരും തന്നെ വരേണ്ടതില്ല. എന്നാൽ കപിലൻ സമ്മതിക്കുന്നില്ല. അത് പറ്റത്തില്ല വേദേ, ഞാൻ നിന്നോടൊപ്പം വരാം, നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഞാൻ വരുന്നത്, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു.
വേണ്ട കപിലൻ, എന്നോടൊപ്പം ആരും തന്നെ വരേണ്ടതില്ല. എൻ്റെ പ്രൊട്ടക്ഷൻ അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ പണം ചിലവഴിക്കാൻ ഞാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട് കപിലൻ പറയുന്നുണ്ട്, ശരി വേദ, ഞാൻ നിന്നോടൊപ്പം വരുന്നില്ല. പക്ഷേ നീ അവിടെ ചെന്നാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഫാമിലിയോടൊപ്പം കഴിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവരോടൊപ്പം താമസിക്കുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിന്നെ ആകെ വഴക്കാവും. അതുകൊണ്ട് തന്നെ ഞാൻ അവരോടൊപ്പം താമസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വേദ തുറന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട്, എനിക്കത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിനക്കൊരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അത്ഭുതത്തോടു കൂടിയാണ് വേദ കേട്ടു നിൽക്കുന്നത്. എങ്ങനെ കപിലൻ നീ അത് ചെയ്തു? ആ ഗ്രാമവുമായി നിനക്കൊരു ബന്ധവുമില്ലല്ലോ, നിനക്ക് അവിടെ ആരെയും അറിയില്ലല്ലോ, എങ്ങനെ ഇത് സാധിച്ചെടുത്തു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കപിലൻ പറയുന്നുണ്ട്, അത് ഞാൻ അവിടുത്തെ തഹസിൽദാറുമായി ബന്ധപ്പെട്ട് അവർ മുഖേനയാണ് നിനക്കൊരു വീട് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നിനക്കവിടെ ഹോം മെയ്ഡ് ഫുഡെല്ലാം ലഭിക്കും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടുത്തെ ലോക്കൽ പോലീസിനെ വിളിച്ചറിയിച്ചാൽ മതി. എന്താ പോരെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, ഓഹോ, എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു നീ, എന്നിട്ടാണോ എന്നോടൊപ്പം വരുന്നു എന്ന് പറയുന്നത്. ഇത് കേട്ടതും കപിലൻ ചിരിക്കുന്നുണ്ട്. ശരി വേദേ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നീ അപ്പോൾ തന്നെ എന്നെ വിളിക്കണം, എന്നെ മെസ്സേജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കപിലൻ. വിക്രം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിശ്വവും ശ്രീജയും വരുന്നുണ്ട്. അവരെ കണ്ടത് സന്തോഷത്തോടെ വിക്രം അവരെ സ്വീകരിക്കുന്നുണ്ട്. ശ്രീജ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, ഇത്രയും ദിവസമായി നീ ഉത്സവത്തിന് വരുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങളോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അമ്മയാണ് ഇക്കാര്യം അറിയാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചത്. നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ചിരിയോടുകൂടി വിക്രം പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. പക്ഷേ ഞാനൊരു വാനിലാണ് വരുന്നത്, ഒരു കാറിലാണ് വരുന്നത്. നിങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങളൊരു ബസ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, ഇത്രയും ദൂരം ബസ്സിൽ പോകുന്നത് എങ്ങനെയാണ്? 2 or 3 ബസ് മാറി കയറണ്ടേ? അപ്പോൾ അമ്മയ്ക്കത് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും പോവേണ്ട ബുദ്ധിമുട്ടി. ഞാൻ എന്തായാലും ഒരു വാൻ അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾ അതിൽ പോയാൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ടതും അവർക്ക് 2 പേർക്കും സന്തോഷമാവാണ്. അതെന്തായാലും നന്നായി. അമ്മയും കൊണ്ട് ബസ്സിൽ പോകുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് വിക്രം എന്ന് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞതും നമ്മുടെ വിക്രം പറയുന്നുണ്ട്, അത് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വേദയും ഉത്സവത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞതും ശ്രീജയ്ക്കും വിശ്വത്തിനും ഒരുപാട് സന്തോഷമാവുകയാണ്. നീ സത്യമാണോ വിക്രം പറയുന്നത്? വേദ വരുമോ എന്ന് ചോദിക്കുകയാണ് ശ്രീജ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, അതെ ചേച്ചി, ഞാൻ എന്തിനു നുണ പറയണം? വേദ വരുന്നുണ്ട്. അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്, അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് വരുന്നതെന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ടതും വിശ്വം പറയുന്നുണ്ട്, അല്ല വിക്രം, എങ്ങനെ അത് ശരിയാവും? വേദ വന്നാൽ അത് ശരിയാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ശ്രീജയും വിക്രമും നമ്മുടെ വിശ്വത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വിശ്വം പറയുന്നുണ്ട്, അല്ല ശ്രീജ, നിനക്ക് അറിയാവുന്നതല്ലേ, അമ്മയും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. അവിടെ ചെന്ന് അവിടെ അച്ഛൻ്റെ നാട്ടിലെത്തുന്ന സമയത്ത് അവിടെ എല്ലാവരും കളക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വേദിയായിരിക്കും എല്ലാവരും മാനിക്കുന്നത്, മര്യാദ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അമ്മയ്ക്ക് ഒരു വിലയുമില്ലാത്തതുപോലെ അമ്മയ്ക്ക് തോന്നും. അവിടെ ആരും തന്നെ അമ്മയെ ശ്രദ്ധിക്കാത്തതുപോലെയും തോന്നും. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായി തീരും. നിനക്കറിയാമല്ലോ അമ്മയുടെ സ്വഭാവം. പിന്നെ അത് മതി അമ്മയ്ക്ക്. അമ്മ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കി തീർക്കും. എടാ വിക്രം, എങ്ങനെയെങ്കിലും നീ വേദയുടെ വരവൊന്ന് തടുക്കടാ, അവളോട് വരേണ്ടെന്ന് പറയാമോ നിനക്കെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചിരിയോടുകൂടി ചേട്ടനോട് പറയുന്നുണ്ട്, എന്താ ചേട്ടാ ഈ പറയുന്നത്? വേദ വരാമെന്ന് തീരുമാനിച്ചു, ഇനി അത് മുടക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഉടനെ തന്നെ നമ്മുടെ വിശ്വം ശ്രീജയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ശ്രീജയെ, നിനക്ക് അവളോട് ഭയങ്കര സ്നേഹമല്ലേ? അവൾക്ക് നിന്നോടും ഇഷ്ടമാണ്. അതുകൊണ്ട് നീ പറഞ്ഞാൽ അവൾ കേൾക്കും. നീ അവളോടൊന്ന് പറ, അവളോട് വരണ്ടെന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ശ്രീജയും പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, എന്നെക്കൊണ്ട് അതിന് പറ്റത്തില്ല. ഞാൻ ആരുടെയും മുന്നിൽ അങ്ങനെ വേണ്ട എന്നൊന്നും പറയാൻ വേണ്ടി പോവത്തില്ല. എന്നാൽ വിക്രം പറയുന്നുണ്ട്, വിശ്വേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അമ്മയെ സമാധാനിപ്പിക്കേണ്ടത് വിശ്വേട്ടൻ്റെ ഉത്തരവാദിത്തമാണ്.
ഇത് കേട്ടതും വിശ്വം പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, അമ്മയുടെ അടുത്തൊന്നും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ എൻ്റെ വിനയനും കൂടി എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും അവർ പോകുന്നുണ്ട്. അവർ പോയതിനു ശേഷം നമ്മുടെ രാജേട്ടൻ നമ്മുടെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മുടെ അമ്മയ്ക്ക്, കമലാമ്മയ്ക്ക് വേദിയെ ഒട്ടും ഇഷ്ടമല്ല, അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഉത്സവമായിരിക്കില്ലേ. അവിടെ മര്യാദ ലഭിക്കുന്നത്, മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ വേദയായിരിക്കും. നമ്മുടെ അമ്മ കുറച്ച് പിറകെ ആയിരിക്കും. അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാവില്ല. നിനക്കറിയാവുന്ന കാര്യമല്ലേ. അമ്മയ്ക്ക് അത് ദേഷ്യം വരികയും ചെയ്യും. പിന്നീടുള്ള പ്രശ്നങ്ങൾ വലിയൊരു പ്രശ്നമായി തീരും. അത് നിനക്ക് അറിയില്ല വിക്രം. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് മാത്രം നീ പോയാൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, രാജേട്ടാ, എന്ത് പ്രശ്നം വന്നാലും അതിനെ ഞാൻ സമാധാനപ്പെടുത്തും. എന്ത് പ്രശ്നത്തെയും നേരിടാൻ ഞാൻ തയ്യാറായിട്ട് തന്നെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. രാധ പരമുവിനെ ജാമ്യത്തിലെടുക്കാനുള്ള പേപ്പറുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം രാധയ്ക്കൊരു കോൾ വരുന്നുണ്ട്. പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാണ് രാധ. കോൾ വന്നിരിക്കുന്നത് ഒരു അജ്ഞാത നമ്പറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഹലോ എന്ന് രാധ പറയുമ്പോഴേക്കും അപ്പുറത്തു നിന്നും നമ്മുടെ കൺമണിയാണ് വിളിക്കുന്നത്. പക്ഷേ കൺമണി ഒരു ആപ്പ് ഉപയോഗിച്ചാണ് വിളിക്കുന്നത്. കൺമണി സംസാരിക്കുമ്പോൾ അതൊരു പുരുഷൻ്റെ സ്വരത്തിലാണ് രാധയ്ക്ക് കേൾക്കുന്നത്. ഹലോ, നിങ്ങൾ ആരാണെന്ന് രാധ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരുമാകട്ടെ, അതറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ മാത്രം മതി എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പറയൂ എന്ന് രാധ പറയുന്നുണ്ട്. പക്ഷേ കൺമണി വീണ്ടും പറയുന്നുണ്ട്, അതൊന്നും അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഇനി മേലാൽ വേദിയെ ശല്യം ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ ജയിലിൽ നിന്നും വെറുതെ വിടില്ല. അവിടെ വെച്ച് തന്നെ ഞാൻ തീർത്ത് കളയും എന്ന് പറയുന്നു. ഇത് കേട്ടതും രാധ പറയുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ മുൻപോട്ട് വാ. ഇങ്ങനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പേടിക്കുകയൊന്നുമില്ല. എൻ്റെ പരമു ആരാണെന്ന് നിനക്കറിയില്ല എന്ന് പറയുന്നു. പരമു ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇനിമേലാൽ വേദിയെ ശല്യം ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. എന്നാൽ ശരി, ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണ് പെട്ടെന്നങ്ങ് കൺമണി കട്ട് ചെയ്യുകയാണ്. കോള് കട്ടായതും പരമൻ്റെ ചേട്ടത്തി രാധയോട് ചോദിക്കുന്നുണ്ട്, ആരാ രാധ ഫോൺ ചെയ്തത്? നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും രാധ പറയുന്നുണ്ട്, അത് പരമചേട്ടനെ ജയിലിൽ വെച്ച് തന്നെ തീർക്കുമെന്ന് ആരോ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് പറയുന്നു. ഇത് കേട്ടതും പരമുവിൻ്റെ ചേട്ടത്തി പറയുന്നുണ്ട്, പേടിക്കേണ്ട രാധേ, ആരും പരമുവിനെ ഒന്നും തന്നെ ചെയ്യില്ല. ഈ കോൾ ചെയ്തത് അവൾ തന്നെയാണ്. ആ വേദയുടെ ആൾക്കാരായിരിക്കും. നമ്മുടെ പരമുവിനെ ചതിച്ച് ജയിലിലാക്കിയിരിക്കുന്നതും അവൾ തന്നെയാണ്. ഇതിൽ എനിക്ക് ഒരു സംശയവുമില്ല എന്നവർ പറയുന്നുണ്ട്. ഇത് കേട്ടതും രാധയും അത് വിശ്വസിക്കുകയാണ്. ഇതേസമയം സുഡറും വിജിയും ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്നു. വേദ സുഡറിനോട് പറയുന്നുണ്ട്, സുഡർ, നീ അവിടെ എത്തിയാൽ അവനെ വിളിക്കരുത്, ആ വിക്രമിനെ. എനിക്കതൊട്ടും ഇഷ്ടമല്ല. ഇത് കേട്ടതും സുഡർ ചോദിക്കുന്നുണ്ട്, എന്താ വേദ ഈ പറയുന്നത്? എനിക്ക് വിളിക്കാൻ പാടില്ലേ? ഫോണിലൂടെ വിളിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ആരെയും വിളിക്കരുത്. ചേച്ചി വേണം ശ്രദ്ധിക്കാൻ. ഇവളെ ആർക്കും തന്നെ പ്രത്യേകിച്ച് ആ വിക്രമനെ വിളിക്കുന്നത് ശ്രദ്ധിച്ചോളണം. അവനെ വിളിച്ചാൽ അവൻ ഇവളെവിടെയുണ്ടെന്ന് അറിയുകയും അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ പാടില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചേച്ചിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. വേദയുടെ ടെൻഷൻ കണ്ട് വിജിക്ക് ചിരി വരുന്നുണ്ട്. വിജി പറയുന്നുണ്ട്, വേദ, എനിക്കെല്ലാം അറിയാലോ, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ശരി എന്ന് പറഞ്ഞ് രണ്ടുപേരും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുവാണ്. ഉടനെ സുഡർ ചോദിക്കുന്നുണ്ട്, അല്ല വേദ, ഞാൻ നിന്നെ എപ്പോഴാണ് വിളിക്കേണ്ടത്? നീ ബിസി ആയിരിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, ഓ, ഞാൻ നിന്നോട് അത് പറയാൻ മറന്നതാണ്. എപ്പോഴും എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ചേച്ചിയെ നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എന്നും വൈകിട്ട് എന്നെ നിനക്ക് ചേച്ചി വിളിച്ചു തരും. അപ്പോൾ മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ എന്ന് പറയുകയാണ്. ശരി വേദ എന്ന് പറഞ്ഞ് രണ്ടുപേരും കാറിലേക്ക് കയറുന്നുണ്ട്. ഉടനെ തന്നെ സുഡർ പതുക്കെ വിജിയുടെ ചെവിയിൽ ചോദിക്കുന്നുണ്ട്, അല്ല വിജിയമ്മേ, എന്താ നമ്മുടെ സിംബായെ കാണാത്തത്? ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, ദേ സുഡർ, മിണ്ടാതിരിക്കെ, നിന്റെ വേദ കേൾക്കും. ആരും കേൾക്കണ്ട. നമുക്ക് പോണ വഴിക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാം. അങ്ങനെ വേദയോട് യാത്ര പറഞ്ഞ് വിജിയും സുഡറും എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
കുറച്ച് അല്പദൂരം പോയതും സുഡർ വിജിയോട് ചോദിക്കുന്നുണ്ട്, അല്ല വിജയമ്മേ, നമ്മുടെ സിംബായെ വിളിച്ചറിയിച്ചില്ലേ, നമ്മൾ പോകുന്ന വിവരം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ മോളെ, ഇനി ഒരു അരമണിക്കൂർ കൂടിയേ നമുക്ക് എയർപോർട്ടിലേക്ക് ദൂരമുള്ളൂ. എന്നാൽ നിന്റെ സിംബ ഇതുവരെയും വന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് പറയുന്നു. ഇത് കേട്ടതും സുഡർ പറയുന്നുണ്ട്, എന്നാൽ എന്നോട് സിംബയ്ക്ക് ഇപ്പോൾ ഒട്ടും സ്നേഹമില്ല. ദേ 4 ദിവസമായില്ലേ ഞാൻ സിംബയെ കാണാതിരിക്കുന്നു, എന്നിട്ടും വിളിച്ചപ്പോൾ ഉടനെ വന്നില്ലല്ലോ. എന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് വരാത്തതെന്ന് സുഡർ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. എന്നാൽ മോളുടെ വിഷമം കണ്ട് വിജി അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നും പറയാതെ മോളെ, എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടുപോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വരാൻ വൈകുന്നത്. എന്തായാലും നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നിന്റെ സിംബ നിന്നെ കാണാൻ വന്നിരിക്കും എന്ന് പറയുകയാണ്. പെട്ടെന്നാണ് വിജി തങ്ങളുടെ വണ്ടിയെ ഒരു ബൈക്ക് ഫോളോ ചെയ്യുന്നതായി തോന്നുവാണ്. ഉടനെ തന്നെ ഡ്രൈവറോട് വിജി പറയുന്നുണ്ട്, ഒരു ബൈക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്, എന്തായാലും ഒന്ന് സ്പീഡിൽ വണ്ടി വിട്ടോളൂ എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്പീഡിൽ വണ്ടി ഓടിക്കുകയാണ്. കുറച്ച് അല്പദൂരം അങ്ങ് കഴിഞ്ഞതും വണ്ടി പരിചയമില്ലാത്തൊരു സ്ഥലത്തു കൂടി പോകാൻ തുടങ്ങി. ഇത് കണ്ടതും വിജി പറയുന്നുണ്ട്, ദേ നിങ്ങൾ എങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്, പെട്ടെന്ന് അവിടെ എത്തുകയും വേണം, നിങ്ങൾ ഈ പരിചയമില്ലാത്ത സ്ഥലത്തു കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഡ്രൈവർ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. വീണ്ടും വിജി ഇത് തന്നെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഡ്രൈവർ പറയുന്നുണ്ട്, ഈ വഴിയിലൂടെയും പോവാം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുകയാണ്. എന്നാൽ വിജിക്കും സുഡറിനും ആകെ പേടിയാവുന്നുണ്ട്. വിജി വണ്ടി നിർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ സ്പീഡിൽ അങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ വിജി ബഹളം വെക്കുന്നുണ്ട്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് കൊണ്ട് ഡ്രൈവറുടെ പുറത്തോട്ട് അടിക്കുകയാണ്. 2-3 അടി കൊടുത്തതും ഡ്രൈവർ പെട്ടെന്ന് എനിക്ക് വേദനിക്കുന്നു വിജയമ്മ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുക കേട്ടോ. വിജയമ്മ എന്നുള്ള വിളി കേട്ടതും വിജിക്ക് മനസ്സിലാവുകയാണ് അത് നമ്മുടെ വിക്രമാണെന്ന്. വിക്രം ചിരിയോടുകൂടി പറയുന്നുണ്ട്, ഇത് ഞാനാ വിജയമ്മേ, ഞാനാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. വിക്രമിൻ്റെ മുഖം കണ്ടതും വിജിക്ക് വളരെ ആശ്വാസം തോന്നുവാണ്. അത്ര നേരം ഭയത്തോടു കൂടിയാണ് വിജിയും സുഡറും ഇരുന്നിരുന്നത്. വിക്രമിനെ കണ്ടതും 2 പേർക്കും സന്തോഷമാവുന്നുണ്ട്. എന്താ വിക്രം ഇത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ദേ പേടിച്ച് എൻ്റെ ജീവൻ ഇപ്പോൾ പോയേനെ എന്നിങ്ങനെ വിജി പറയാട്ടോ. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, നിങ്ങളുടെ അടി കൊണ്ട് ഞാനിപ്പോൾ ചത്തേനെ. സുഡർ വിക്രമിനോട്, നിർത്ത് സിംബ, വണ്ടി നിർത്ത്, എനിക്ക് സിംബയുടെ അടുത്തേക്ക് വരണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് റോഡിൻ്റെ ഒരു സൈഡിലേക്കായി വിക്രം കാർ ഒതുക്കി ഇടുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വിജിയും സുഡറും കൂടി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. വിക്രം സുഡറിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഡർ വളരെ സന്തോഷത്തോടെ വിക്രമിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഉടനെ വിജി ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, നമ്മളെ ഒരു ബൈക്ക് ഫോളോ ചെയ്യുന്നത് കണ്ടല്ലോ, അത് ആരാണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഈ വണ്ടിയിലെ ഈ കാറിലെ ഒറിജിനൽ ഡ്രൈവറാണ് ആ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് എയർപോർട്ടിലെത്തണ്ടേ, അതിനു വേണ്ടിയാണ് എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. വിക്രം സുഡറിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീയും നിന്റെ വിജയമ്മയും കൂടെ നാട് ചുറ്റാൻ വേണ്ടി പോവാണല്ലേ? അതെ സിംബ, പക്ഷേ എനിക്ക് ഒട്ടും സന്തോഷമില്ല. സിംബ കൂടെ ഞങ്ങളോടൊപ്പം വാ, അവിടെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് 3 പേർക്കും ഒരുമിച്ച് കാണാം. സിംബ കൂടി ഞങ്ങളോടൊപ്പം വാ, ഒരു രസവും ഉണ്ടാവില്ല ഞങ്ങൾ തനിച്ചു പോയാൽ എന്നിങ്ങനെ സുഡർ പറയുന്നുണ്ട്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, ഇല്ല മോളെ, എനിക്ക് അത്യാവശ്യം കുറച്ച് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല. നീ പോ, ഒരു ദിവസം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടി പോയി എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കണ്ടിട്ട് വരാം. എന്തായാലും 4 ദിവസം നിന്നെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിക്കും കേട്ടോ എന്ന് പറയാണ്. അതുപോലെ തന്നെയായിരിക്കും എനിക്കുമെന്ന് സുഡറും പറയുന്നുണ്ട്. വിക്രം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവറെടുത്ത് സുഡറിന് നേരെ നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നോക്ക്, ഇതിൽ എന്തൊക്കെയാണെന്ന്, നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ വിക്രം വിജിയോട് പറയുന്നുണ്ട്, വിജയമ്മേ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചോട്ടെ. ഇത് കേട്ടതും വിജി പറയുന്നുണ്ട്, എന്താ വിക്രം ഇത്, ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള സമയമായില്ലേ, ഒരു 5 നിമിഷം ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കുറച്ച് അകലം മാറി നിന്ന് സുഡറും വിക്രമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് വിജിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അത് വേദയാണെന്ന് വിജിക്ക് മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം, മോളെയും കൊണ്ട് പെട്ടെന്നിങ്ങ് വാ. ഇതിനിടയിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് വിജി. ഉടനെ തന്നെ വേദ, എന്തു പറ്റി, എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല നിങ്ങളിത് എവിടെ എത്തിയെന്ന് വേദ ചോദിക്കുമ്പോൾ വിജി വളരെ വിഷമിച്ച് പറയുന്നുണ്ട്, അല്ല വേദ, ഞങ്ങളൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി, അതുകൊണ്ട് അങ്ങ് എത്തുന്നതേ ഉള്ളൂ
എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നേരത്തെ ഇറങ്ങാൻ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. ട്രാഫിക് ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു.